ഇന്ന് നമുക്ക് ബീഫ് ഉണ്ടാക്കിയാലോ? ഉള്ളികളൊക്കെ ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനേ. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യന്ത്രത്തിൻ്റെ ലിങ്ക് ആരും ചോദിക്കരുതേ. പോരാടി ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാ. ആ കടയ്ക്ക് ലിങ്കില്ല. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യാം. ഈ ഇഞ്ചിക്ക് കുറച്ച് വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. ചൂട് കൊണ്ടായിരിക്കും. നല്ല ചൂടല്ലേ. അങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോരാളിയുടെ എൻട്രി. ആ ഉപ്പേരി ഒന്ന് തൂമിക്കടോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എണ്ണ നോക്കി. എണ്ണയിലെ കുപ്പിയിൽ ഇതൊക്കെ എനിക്ക് ദേഷ്യ. വല്ലാത്ത റിസ്ക്. പിന്നെ വേറൊരു ക്യാൻ എടുത്ത് അതിന് എണ്ണ എടുത്ത് ചട്ടിക്കൊന്നും ആരും നോക്കണ്ട. പോരാളിയുടെ എസ്തെറ്റിക് ഇതൊക്കെയാ. നിങ്ങളെ വീട്ടിലെ എസ്തെറ്റിക് ഒക്കെ എങ്ങനെയാ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് ഗാർണിഷ് ചെയ്തു. അല്ലേ, തൂമിക്കാന്നൊക്കെ പറയണ പഴയ വേർഡല്ലേ. നമുക്ക് പെരിനെ അങ്ങോട്ട് ഗാർണിഷ് ചെയ്യാം. ഇങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മൾ ബീഫ് എന്ത് ചെയ്യാണ്, കുക്കറിലോട്ട് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ചതച്ച് വെച്ച എല്ലാവരും അതിലോട്ട് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ എന്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി, പിന്നെ കുറച്ച് വലിയുള്ളി, പിന്നെ കുറച്ച് തക്കാളി, പിന്നെ പൊടികൾ, മഞ്ഞൾപ്പൊടി ഒന്ന്, മുളക് പൊടി ഒന്ന്, പിന്നെ കുറച്ച് ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയാണേ അത് വന്ന്, പിന്നെ നമ്മുടെ സ്ഥിരം ഈസ്റ്റേൺ മീറ്റ് മസാല, അതില്ലാത്ത പരിപാടിയില്ല. അങ്ങനെ വീട്ടിലുള്ള സോപ്പ് പൊടിയല്ലാത്ത എല്ലാ പൊടികളും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിൽ കൂടുതലും ഉപ്പിട്ടിട്ടുണ്ട്. എന്താവുന്ന തമ്പുരാൻ അറിയാം. ഇനി നമുക്ക് ഒട്ടും കുറക്കേണ്ട കുറച്ച് കറിവേപ്പില, കുറച്ച് ഓയിൽ. ഈ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ? ഇപ്പോൾ ഒഴിക്കുന്നതിൻ്റെ അല്ല, ഇപ്പം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെയാണെങ്കിൽ പോരാളി പറയുന്നത് എന്താണെന്നറിയോ? തിളച്ച് തൂവി പുറത്തേക്ക് വരില്ല എന്നാ. കുക്കറിനെ സേഫ് ആക്കണമല്ലോ, വൃത്തി, അതാണ് മെയിൻ. അപ്പോൾ ബീഫ് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്തു. ഹാൻഡ് മിക്സ് ആണേ. അതിന് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നത് എന്താ വെച്ചാൽ അടി പിടിക്കുന്നില്ല, അടിപ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.